സഭാപ്രസംഗി അദ്ധ്യായം 2. ദൈവമേ, വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും. സുഖം അനുഭവിച്ചു കൊള്ളുക, എന്നാൽ അതുമായത് തന്നെ. ഞാൻ ചിരിയെക്കുറിച്ചത് ഭ്രാന്തെന്നും സന്തോഷത്തെക്കുറിച്ചത് കൊണ്ടെന്തു ഫലം എന്നും പറഞ്ഞു. മനുഷ്യർക്ക് ആകാശത്തിൻ കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലത് ഏതെന്ന് ഞാൻ കാണുവോളം എൻ്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ, ഞാൻ എൻ്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാനും ദോഷത്തെ ആശ്ലേഷിക്കുവാനും എൻ്റെ മനസ്സിൽ ചിന്തിച്ചു. ഞാൻ വലിയ പ്രവർത്തികൾ ചെയ്തു, എനിക്കരമനകൾ പണിതു, മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി, ഞാൻ തോട്ടങ്ങളും ഉദ്യാനങ്ങളും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു. വൃക്ഷം വച്ചു പിടിച്ചിരിക്കുന്ന തോട്ടം നനയ്ക്കുവാൻ കുളങ്ങളും കുഴിപ്പിച്ചു. ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി. വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. യെരൂശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരിലും അധികം ആടുമാട് സമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള ഭണ്ഡാരവും സ്വന്തമാക്കി. സംഗീതക്കാരെയും സംഗീതക്കാരികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി വസ്തുക്കളെയും സമ്പാദിച്ചു. ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പ് യെരൂശലേമിലുണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്നു, അഭിവൃദ്ധി പ്രാപിച്ചു. ജ്ഞാനവും എന്നിൽ സ്ഥിരമായി. എൻ്റെ കണ്ണും ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിന് നിഷേധിച്ചില്ല. എൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല. എൻ്റെ സകല പ്രയത്നവും നിമിത്തം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എൻ്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇതായിരുന്നു. ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി. എല്ലാം മായയും വ്യഥാ പ്രയത്നവും അത്രേ. സൂര്യൻ്റെ കീഴിൽ യാതൊരു പ്രയോജനവും ഇല്ല എന്നും കണ്ടു. ഞാൻ ജ്ഞാനവും ഭ്രാന്തും ഭോഷത്വവും വിവേചിക്കുവാൻ തിരിഞ്ഞു. രാജാവിൻ്റെ ശേഷം വരുന്ന പിൻഗാമി എന്തു ചെയ്യും? പണ്ട് ചെയ്തതു തന്നെ. പ്രകാശം ഇരുളിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ ജ്ഞാനം ഭോഷത്വത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്, ഭോഷൻ ഇരുളിൽ നടക്കുന്നു. എന്നാൽ അവർക്ക് എല്ലാവർക്കും ഗതി ഒന്നു തന്നെ എന്ന് ഞാൻ ഗ്രഹിച്ചു. ആകയാൽ ഞാൻ എന്നോട്, ഭോഷനും എനിക്കും ഗതി ഒന്നു തന്നെ, പിന്നെ ഞാൻ എന്തിനധികം ജ്ഞാനം സമ്പാദിക്കുന്നു എന്നു പറഞ്ഞു. ഇത് മായയത്രേ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഭോഷനെ കുറിച്ചാകട്ടെ ജ്ഞാനിയെ കുറിച്ചാകട്ടെ ശാശ്വതമായ ഓർമ്മയില്ല. ഭാവികാലത്ത് അവരെയെല്ലാം മറന്നുപോകും. ഭോഷൻ മരിക്കുന്നത് പോലെ ജ്ഞാനിയും മരിക്കുന്നു. അങ്ങനെ സൂര്യന് കീഴെ നടക്കുന്ന കാര്യം എനിക്കും ഇഷ്ടമില്ലാതായതുകൊണ്ട് ഞാൻ ജീവനെ വെറുത്തു. എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രയും. സൂര്യന് കീഴെ ഞാൻ ചെയ്ത പ്രയത്നം എല്ലാം ഞാൻ വെറുത്തു. എൻ്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാൻ അത് വച്ചേക്കേണ്ടി വരുമല്ലോ. അവർ ജ്ഞാനിയായിരിക്കുമോ ഭോഷനായിരിക്കുമോ ആർക്കറിയാം? എന്തായാലും ഞാൻ സൂര്യന് കീഴെ
പ്രയത്നിച്ചതും ജ്ഞാനം പ്രാപിച്ചതുമായ സകല പ്രയത്നഫലത്തിന്മേലും ഞാൻ അവനധികാരം പ്രാപിക്കും. അതും മായാത്രേ. ആകയാൽ സൂര്യനു കീഴിൽ പ്രയത്നിച്ച സകല പ്രയത്നത്തെക്കുറിച്ചും എൻ്റെ ഹൃദയത്തിൽ നിരാശയായി. ഒരുവൻ ജ്ഞാനത്തോടും അറിവോടും സാമർത്ഥ്യത്തോടും കൂടെ പ്രയത്നിക്കുന്നു. എങ്കിലും അതിൽ പ്രയത്നിക്കാത്ത ഒരുവന് അവൻ്റെ ഓഹരി വിട്ടുകൊടുക്കേണ്ടി വരുന്നു. അത് മായയും വലിയ തിന്മയും അത്രേ. സൂര്യനു കീഴെ പ്രയത്നിക്കുന്ന സകല പ്രയത്നം കൊണ്ടും ഹൃദയ പരിശ്രമം കൊണ്ടും മനുഷ്യനെന്തു ഫലം? അവൻ്റെ നാളുകളെല്ലാം ദുഃഖവും അവൻ്റെ കഷ്ടപ്പാട് വ്യസനകരവും അല്ലയോ? രാത്രിയിലും അവൻ്റെ ഹൃദയത്തിന് സമാധാനമില്ല. അതും മായ അത്രേ. ഇന്ന് കുടിച്ചതിൻ്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു ഗുണവുമില്ല. അത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ ഗ്രഹിച്ചു. അവൻ നൽകിയാലല്ലാതെ ആർ ഭക്ഷിക്കും, ആര് കുടിക്കും? തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും നൽകുന്നു. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവനോ അനുഭവമാക്കുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും ശേഖരിക്കുകയും ചെയ്യുവാനുള്ള ക്ലേശം മാത്രം കൊടുക്കുന്നു. അതും മായയും വൃഥാ പ്രയത്നവും അത്രേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.